ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് ബുക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഫസ്റ്റിൽ തന്നെ ഒരു സ്വർണ്ണ മോതിരമൊക്കെ, ഇത് കുക്കിംഗ് ചാനലല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. ശരിയാണ്, ഇത് കുക്കിംഗ് ചാനൽ തന്നെയാണ്. പിന്നെ ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ആയിട്ടൊരു സ്വർണ്ണ മോതിരം വെക്കുന്നുണ്ടായിന്. അപ്പം അതിൻ്റെ പിക്ചറാണ് ആദ്യം കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഹാർട്ട് ടച്ചിങ് ആയതും എന്താ പറയുക, നല്ലൊരു ഇഷ്ടത്തോടെ ചെയ്തൊരു കേക്കാണിത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മിൽക്കി നട്ട് കേക്കാണ്. അപ്പം മിൽക്കി നട്ട് കേക്കിന് സോക്കിങ്ങിനായിട്ടുള്ള മിൽക്ക് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇതിലേക്ക് തീരെ ചേർക്കുന്നില്ല. എത്രയാണോ ഇതിന് മധുരം വേണ്ടത് അത്രയും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നാലാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. മിൽക്കി നട്ട് എന്നാണല്ലോ കേക്കിൻ്റെ പേര്. അപ്പോൾ ഫുൾ മിൽക്ക് തന്നെയാണ്. അപ്പം വേറെ ഒന്നും സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ ഫ്രഷ് ക്രീമും കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ബാറ്റർ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 പോർഷനാക്കിയിട്ട് ബേക്ക് ചെയ്ത് 2 പാനിലാക്കിയിട്ട് ബേക്ക് ചെയ്ത്. അപ്പോൾ ഓരോന്നും 3 കഷ്ണമാക്കിയിട്ടാണ് ഞാൻ സ്ലൈസ് ആക്കിയത്. 3 സ്ലൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 സ്ലൈസ് ആക്കിയാൽ കേക്കിന് ഒരു ഹൈറ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഓരോ പീസ് ഓരോ കേക്ക് 3 സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. ഞാൻ ഈ കേക്കിൻ്റെ സ്റ്റോറി ഒന്ന് പറയാം. ഇത് ഒരു ചെറിയൊരു മോന്, അതായത് ഒരു 10-22 വയസ്സുള്ളൊരു മോന്, അവൻ്റെ ഉമ്മാക്ക് അവൻ എന്താ പറയുക, അവൻ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റിൽ വരുന്ന ബർത്ത്ഡേക്ക് കേക്കും മോതിരമൊക്കെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു നല്ലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഒരു മകന് ഉമ്മാക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ആ ഒരു സാധനത്തിൻ്റെ വിലയല്ല, ഒരു പൊന്നായാലും എന്തായാലും അതിൻ്റെ ഒരു വാല്യൂ അല്ല കണക്കാക്കുക. അത് കൊടുക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഉമ്മാനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് മാത്രമല്ല, അപ്പോൾ അത് മോൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റിൽ തന്നെ ഇതിങ്ങനെ കിട്ടുമ്പോൾ ആ ഉമ്മാൻ്റെ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം ആ ഒരു സന്തോഷം കുറേ അനുഭവിച്ചറിഞ്ഞാളാണ് ഞാൻ. കാരണം മക്കളെ കയ്യിൽ നിന്ന് സർപ്രൈസായിട്ട് എന്തായാലും അത് സ്വർണ്ണമായിക്കോട്ടെ, ഇതുപോലെ കേക്ക് ആയിക്കോട്ടെ, അല്ല ഡ്രസ്സായിക്കോട്ടെ, എന്തായാലും ചെറിയൊരു മുട്ടായി പോലും മക്കൾ ഇഷ്ടത്തോടെ തരുമ്പോൾ അത് നമുക്ക് ആ ഒരു വലിയൊരു സന്തോഷമാണ്. വലിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്ത ഒരു കേക്കാണിത്. അപ്പം ഈ കേക്കിന് മൊത്തം 6 സ്ലൈസാണുള്ളത്. ഞാൻ 2 സ്ലൈസ് ആദ്യം ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സെൻട്രലായിട്ട് കട്ട് ചെയ്ത കേക്ക് വെക്കുന്നത്, സ്ലൈസ് വെക്കുന്നത്. അപ്പം ആദ്യം ഞാൻ സോക്ക് ചെയ്തു, പിന്നെ വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡും കൊടുക്കാം, പക്ഷേ മിൽക്ക് മെയ്ഡിനെക്കാണിയും ഒരു ടേസ്റ്റ് വൈറ്റ് ഗനാഷാണ്. മിൽക്ക് മെയ്ഡാകുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് തോന്നും, പെട്ടെന്ന് കേക്കിനൊരു മടുപ്പ് തോന്നും. ഗനാഷാകുമ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഒരു കാഷ്യൂ ബദാമെല്ലാം കട്ട് ചെയ്തത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അങ്ങനെ കുറച്ച് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മോന് സ്ഥിരമായിട്ട് ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് എന്നോട് കേക്ക് വാങ്ങലുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്കും അതിൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്കെല്ലാം എന്നോട് കേക്ക് വാങ്ങിയിട്ട് ഉമ്മാക്ക് സർപ്രൈസായിട്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഇവന് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വരുന്ന ഒരു എന്താ പറയുക ബർത്ത്ഡേ ആണ്. അപ്പം കേക്ക് മാത്രമല്ല, ഒരു സ്വർണ്ണമോതിരം കൂടി ഉമ്മാക്ക് കൊടുത്തു. അപ്പോൾ അവന് കുറേ ദിവസം മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ കേക്ക് വേണം, ഇന്ന ദിവസം കേക്ക് വേണമെന്ന്. പക്ഷേ പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതിനും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഇത്താൻ മറന്നുപോലെ എന്നിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ അവനിക്ക് പേടിയാവും ഞാൻ മറന്നു പോകും. കാരണം കുറേ ദിവസം മുന്നേ ഇവൻ ബുക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പം ഞാൻ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അവന് കേക്ക് അങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് കേക്ക് വാങ്ങിയിട്ട് ഉമ്മക്ക് കൊണ്ടു കൊടുക്കുന്നതും ഉമ്മ വാങ്ങുന്നതും ആ മോതിരം എടുക്കുന്നതും ഒക്കെ മോനിക്ക് വീഡിയോ എടുത്തിട്ട്, മോനെ വീഡിയോ കോളിൽ വന്നിട്ട് മോനോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചിരുന്നു. അപ്പം ആ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രം, മോതിരം എടുക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഓന്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്കും ഇതുപോലെ മക്കൾ ഒരുപാട് തവണ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉമ്മാൻ്റെ ഒരു സന്തോഷം, ആ മുഖം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉമ്മാൻ്റെ മുഖത്തെ ആ സന്തോഷമൊക്കെ കണ്ടിട്ട് ഞാനും അതുപോലെ ഇങ്ങനെ 1-2 പ്രാവശ്യം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നതാണ് എൻ്റെത്. അങ്ങനെ അവന് കട്ട് ചെയ്ത് അവനിക്ക് ഭയങ്കര സന്തോഷമായി. കേക്കും അവനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കേക്കിൻ്റെ ആ ഒരു മോഡൽ അവൻ പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് മതി, അങ്ങനെ വലിയ ഒരു ഡെക്കറേഷനൊന്നും വേണ്ട.
പക്ഷെ ഞാൻ ഒരു നല്ലൊരു ഹാർട്ട് ടച്ചിങ് വേർഡ് കിട്ടിയിട്ട് അതൊരു ഫോട്ടോ പ്രിൻ്റ് ആക്കിയിട്ട് എടുത്തിട്ട് കേക്കിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ 3 സ്ലൈസാണ് കട്ട് ചെയ്തതെങ്കിലും 2 സ്ലൈസിൻ്റെ ആ ഒരു ഡെപ്തേ വേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മോതിരം വെച്ചതിന് ശേഷം കട്ട് ചെയ്ത ഒരു സ്ലൈസ് അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മോതിരത്തിൻ്റെ ബോക്സ് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് കൊണ്ട് പിന്നെ എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഒരു ഇതിൻ്റെ പേപ്പറിൻ്റെ ബോക്സ് ആണല്ലോ, അപ്പോൾ കേക്കിന് അത് ഇതാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തു അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അടിയിലത്തെ 2 ലെയർ കട്ട് ചെയ്യാത്തതും പിന്നെ സെൻറ്ററിൽ 3 ലെയർ കട്ട് ചെയ്തിട്ടും പിന്നെ ഏറ്റവും ടോപ്പിൽ 1 ലെയർ കട്ട് ചെയ്യാത്തതും അങ്ങനെയാണ് വെച്ചത്. ഞാൻ ഈ കേക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം മിൽക്കി നട്ടിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ കേക്ക് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം അതും മറ്റുള്ള പിന്നെ ഇത് കാണുന്നവർക്കൊരു പിന്നെ യൂസ്ഫുൾ ആവുമല്ലോ, മിൽക്കി നട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. അതുമാത്രമല്ല ഈ പിന്നെ ഒരു സർപ്രൈസ് കേക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവനാണ് എനിക്ക് ആദ്യമായിട്ട് തന്ന ഓർഡർ. അപ്പം അതുകൊണ്ടും എല്ലാം കൊണ്ടും തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഈ കേക്കോട്. ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫ് തുടങ്ങിയിട്ട് ഇത്രയും ഇഷ്ടത്തോടെ ചെയ്തൊരു കേക്കില്ല. എല്ലാം കേക്കും ഇഷ്ടത്തോടെ ചെയ്യുന്നതിന്, പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയായിരുന്നു ഈ ഒരു കേക്കിന്. ഇനി ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ടും ചെയ്ത് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഇതിന് കളർ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു എയർ ബ്രഷ് കൊണ്ട് പിന്നെ ഒരു പിങ്ക് കളർ കൊടുത്തു. എന്നിട്ട് കുറച്ച് ഫോക്സ് ബോളും ആ ഒരു ഫോട്ടോ പ്രിൻറ്റും മാത്രം വെച്ചിട്ട് അലങ്കരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സിമ്പിൾ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ പക്ഷേ നല്ല എലഗൻ്റായിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാനിതുപോലെ കേക്കിൻ്റെ വീഡിയോ ഇടാത്തത് കുറച്ചായി, കുറേ മുന്നേ ഇട്ടിരുന്നു. ഇപ്പം കേക്കിൻ്റെ വീഡിയോ ഇടാത്തതിന് കുറച്ചായി. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വിചാരിച്ച പോലെ റെഗുലറായിട്ട് ഞാൻ ഇടുന്ന പോലെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് ഓരോ ആഴ്ചയിൽ 2 ആണെങ്കിലും ആഴ്ചയിൽ 1 or 2 മിസ്സായി പോകുന്നുണ്ട്. അവർ പല കാരണങ്ങളാൽ ഇങ്ങനെ മുടങ്ങിപ്പോകുന്നതാണ്. അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോണിലുണ്ട്, പക്ഷേങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ മിസ്സിങ് ആയി പോകുന്നത്. അതായത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത്. അപ്പോൾ ഞാൻ എയർ ബ്രഷ് കൊണ്ട് കളർ കൊടുത്തു. ഇതാണ് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തത്. അതിലെ വേർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഗൂഗിളിൽ കുറേ തപ്പിയിട്ടാണ് ഇങ്ങനെ ഒരു വേർഡ് കണ്ടുപിടിച്ചത്. ഒരുപാടുണ്ട് ഇങ്ങനെ അമ്മയും മകനുള്ള ഒരു ഇതുണ്ട്, പക്ഷേ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഒരു വേർഡ് ആ ഒരു പിക്ചറും ഒക്കെ ഇതായിരുന്നു. അതാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തത്. അങ്ങനെ ആ ഒരു കേക്കിൻ്റെ ഹൈറ്റിന് കണക്കായിട്ട് തന്നെ ആ ഫോട്ടോ പ്രിൻ്റ് കിട്ടുകയും ചെയ്തു. പിന്നെ ഒരു 2 സൈഡിലും, ഒന്ന് ടോപ്പിലും പിന്നെ ഒരു സൈഡിലുമായിട്ട് 2-3 ഫോക്സ് ബോളും വെച്ചിട്ട് അലങ്കരിക്കുകയാണ് ചെയ്തത്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, പക്ഷെ എന്നാലും കാണാൻ നല്ലൊരു ഭംഗിയും, ഭംഗി മാത്രമല്ല ആ കേക്കിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ കാണുമ്പം കണ്ണിനൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും വെച്ച് കുറച്ച് ഗോൾഡ് ലീഫും വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തു. അപ്പം ഇനിയും ഒരുപാട് കാലം എല്ലാ വർഷവും അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് മാത്രമല്ല ഏത് സമയത്ത് ഏതൊരു പിന്നെ പ്രത്യേക ദിവസമായാലും മകനിക്ക് ഇതുപോലെ ഉമ്മാക്ക് ഓരോ സർപ്രൈസും ഗിഫ്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചിട്ട് കേക്കിൻ്റെ ആ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.